ഹലോ ഹായ്, എനിക്കാണെങ്കിൽ മീൻ ഫ്രൈ കഴിക്കാൻ ഭയങ്കര കൊതിയാണ്. പക്ഷേ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വാങ്ങി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അങ്ങനെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഒരു തിലാപ്പിയ ഫിഷ് ഓർഡർ ചെയ്തു. മീൻ വന്ന ഉടനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ മസാല റെഡിയാക്കാൻ തുടങ്ങി. ഞാൻ അവിടെ ചേർത്തത് മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് നാരങ്ങാനീര്, പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറന്നു പോയിട്ടുണ്ട്. അത് മനസ്സിലായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞിരിക്കണം. അവസാനം ഞാൻ തന്നെ പറയാവേ. ഇനി മസാല മീനിൽ പുരട്ടണം. അപ്പം റെഡിയാക്കി വെച്ചേക്കുന്ന മസാലയിലോട്ട് നമ്മൾ മീൻ ഓരോന്നോരോന്നായിട്ട് വെച്ചു. അപ്പം പെട്ടെന്ന് ഞാൻ ഓർത്തെ അയ്യോ മീനിൽ വരയിടാൻ മറന്നു പോയല്ലോ. ഉടനെ ചെറിയ കട്ടുകൾ മീനിൽ തന്നെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. കാരണം ആ കുഞ്ഞു കുഞ്ഞു കട്ടുണ്ടെങ്കിൽ മീനിൽ മസാല നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. കുറച്ച് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ഫിഷ് ഫ്രൈ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ഫിഷ് ഫ്രൈ ആവുന്ന നല്ല മണം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പായതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ കൂടെയുള്ളൊരു ഇതില്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് എനിക്ക് കാര്യം മനസ്സിലുണ്ട്. ഞാനിതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കാൻ പിന്നെന്താ അവളിലൂടെ കുറച്ച് ഉപ്പൊക്കെ കൂടി കുറച്ച് നേരം കൂടെ ഫ്രൈ ചെയ്യാൻ വെച്ചു. അങ്ങനെ ഫിഷ് ഫ്രൈ ആവുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഒരു അലങ്കാരത്തിന് കുറച്ച് കരിവേപ്പിലയൊക്കെ എൻ്റെ മുകളിൽ കൂടി ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നല്ല ചൂട് ചോറും ബാക്കി ഇന്നത്തെയൊക്കെ ആയിട്ട് വെച്ച കറികളും ഒക്കെ കൂട്ടി ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആദ്യത്തെ ശ്രമമായിരുന്നെങ്കിൽ എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ ബൈ.